പ്രൈസലോ കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ പ്രത്യേക സമയം കർത്താവ് തന്ന ഒരു ചെറിയ ആലോചന നമുക്കൊരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. 84 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, എങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. 84-ന്റെ 6 വാക്യം ഇങ്ങനെ വായിക്കുന്നു: കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരും. പ്രൈസലോ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്ന നമ്മൾക്ക് ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥകളുണ്ടാകും. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസലോ. കണ്ണുനീർ താഴ്വരകളുടെ അനുഭവം, അല്ലെങ്കിൽ ബാഹായുടെ അനുഭവം, അതില്ലാത്ത ഏതെങ്കിലും ദൈവമക്കളുണ്ടോ എന്ന് ചരിത്രത്തിൽ നാം തിരഞ്ഞു നോക്കിയാൽ നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം പ്രയാസമാണ്. കാരണം സിയോനിലേക്കുള്ള വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്ന ദൈവമക്കൾ എപ്പോഴും കടന്നു പോകേണ്ടത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടി ആയിരിക്കുമെന്ന് കർത്താവ് താൻ മുന്നമേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രൈസലോ. അപ്പോൾ കണ്ണുനീർ താഴ്വരയിൽ കൂടി നടക്കുന്നതായ അല്ലെങ്കിൽ കടന്നു പോകുന്നതായ ഒരു ദൈവ പൈതലിന് ദൈവം ആഗ്രഹിക്കുന്ന അവൻ്റെ ജീവിതത്തിൽ അവൻ ബലമുള്ളവനായിരിക്കും. ഇവിടെ പറയുന്നു, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. പ്രൈസലോ. അപ്പോൾ സിയോനിലേക്കുള്ള പെരുവഴിയിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ നിശ്ചയമായും അവർക്കാവശ്യമായ ബലം പകരുവാൻ തക്കവണ്ണം കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. പ്രൈസലോ. അപ്പോൾ ഈ സമയം നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, നാം ബലമുള്ളവരായിരിക്കണം. ഒന്ന്, നാം ആത്മാവിൽ ബലമുള്ളവരായിരിക്കണം. 2, നാം ശരീരത്തിൽ ബലമുള്ളവരായിരിക്കണം. 3, നമ്മുടെ പ്രാണനിലും നാം ബലമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരുടെ മനസ്സിലാണ് സിയോനിലേക്കുള്ള പെരുവഴികളുള്ളത്. സിയോനിലേക്കുള്ള പെരുവഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഈ ബലം പകരുവാൻ തക്കവണ്ണം കർത്താവ് മതിയാകണം. ഈ പെരുവഴിയിൽ കൂടെ മുമ്പോട്ട് പോകുന്ന പ്രിയപ്പെട്ടവർക്ക് കണ്ണുനീരിൻ്റെ അനേക അനുഭവങ്ങൾ കൂടെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പക്ഷേ ഈ കണ്ണുനീരിൻ്റെ വഴി ചെന്ന് അവസാനിക്കുന്നത് സിയോനിലാണ്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മടിത്തട്ടിലാണ്. പ്രൈസ് ഗോഡ്. ഈ പ്രത്യേക സമയം നാം ചിന്തിക്കുക, ഞാനും നിങ്ങളും ഒക്കെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ പിറകെ ഇറങ്ങിത്തിരിച്ച ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസലോ. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, താൻ വിളിച്ചു ഞാൻ പിൻചെന്നു, സ്വീകരിച്ചു താൻ ശബ്ദത്തെ. ആ വിളി കേട്ടതും അന്ന് ഇറങ്ങിത്തിരിച്ചതും നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗ്യനാളായിരുന്നു.
പ്രൈസലോ ഇറങ്ങിത്തിരിച്ച അനേക പ്രിയപ്പെട്ടവരെ ഇന്നൊരു പക്ഷേ നമുക്ക് പുറകോട്ട് നോക്കുമ്പോൾ നമ്മുടെ കൂടെ ഇറങ്ങിത്തിരിച്ച പലരെയും നമുക്ക് കാണുവാൻ തക്കോണം കഴിയില്ല. എങ്കിലും കർത്താവ് ഇന്ന് നമ്മെ നടത്തുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ ആവശ്യങ്ങളിലും മതിയായ ഒരു ദൈവമുണ്ടെന്ന് ദിനംതോറും അവൻ നമ്മെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഏതാവശ്യങ്ങളുടെ മുഖത്തും നമ്മെ കൈവിടാതെ സഹായിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു വിഷയം, നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തിൻ്റെ ആലയമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ളവരുടെ മനസ്സിലാണ് സിയോനിലേക്കുള്ള പെരുവഴികളുള്ളത്. അവരുടെ മനസ്സിൻ്റെ ആഗ്രഹം എപ്പോഴും അവരുടെ യാത്രയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ കാഴ്ചപ്പാട് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്. അവരുടെ ചിന്ത നിത്യതയിൽ എത്തിച്ചേർന്നാൽ പിന്നീട് അനുഭവിക്കുവാൻ പോകുന്ന നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ദൈവിക സന്തോഷത്തെക്കുറിച്ചുമാണ്. അതോർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ആലല്യ സാരമില്ല എന്ന് എണ്ണുവാൻ തക്കവണ്ണം നമ്മൾക്കിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഏത് വിധേനയും നമ്മെ കരയിക്കുക, ഏത് വിധേനയും നമ്മെ പ്രയാസപ്പെടുത്തുക, ഏത് വിധേനയും നമ്മെ ഞെരുക്കുക, ഇതാണ് ലോകവും ജഡവും പിശാചും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് എപ്പോഴും നമ്മെ സൂക്ഷിക്കുക, എപ്പോഴും നമ്മെ സംരക്ഷിക്കുക, എപ്പോഴും നമ്മെ സൗഖ്യമാക്കുക, എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതൊക്കെയും നൽകി തന്ന് നമ്മെ അനുഗ്രഹത്തോടെ നടത്തുക, ഇതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഇപ്പോൾ നീ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ കൂടെയാണോ കടന്നു പോകുന്നത്? നീ ഏതെങ്കിലും ആവശ്യങ്ങളുടെ മുഖത്ത് ഭാരപ്പെട്ടോ പ്രയാസപ്പെട്ടോ ആയിരിക്കുന്നുവോ? ഇപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നീ ഈ മെസ്സേജ് കേട്ടിട്ട് അടുത്ത 3 ആഴ്ചകൾക്കകം നിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അതിൻ്റെ മറുപടി അനുഗ്രഹത്തോടെ നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിനക്ക് വേണ്ടി നൽകിത്തരുവാൻ ദൈവം വിശ്വസനാണെന്ന് ഈ പൽക്കാലം, ഈ പ്രത്യേക സമയം നീ അറിഞ്ഞുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കണ്ണീർ താഴ്വരയുടെ അനുഭവത്തിൽ കൂടെ നീ നടക്കുന്നവളെങ്കിലും അതിനെ ജലാശയമാക്കി തീർത്തുകൊണ്ട് അതിലാശ്വാസം പ്രാപിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് തുടരുക. ബലം തരുവാൻ ഒരു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.